ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടു. 320-ൽ അധികം പേർ പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യം വെച്ചാണ് മിസൈൽ തൊടുത്തുവിട്ടതും. ആദ്യത്തെ ആക്രമണത്തെക്കാൾ ഇരട്ടി ശക്തിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും. അതുമാത്രമല്ല, ഇതിനെ ചെറുക്കാനുള്ള ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ പുറത്തിറക്കിയ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ അടിച്ചു നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായി തന്നെ ഇറാൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു. അവർ കഴിയുന്നത്ര വേഗത്തിൽ നേരിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം നിലംപരിശാവുകയാണ് ചെയ്തത്. തലസ്ഥാന നഗരമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ആണവ റെക്ടറുകളിലും ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ മരിച്ചതെന്നും ഇറാൻ അറിയിച്ചു. മരണപ്പെട്ടവരിൽ കൂടുതൽ പേരും സാധാരണക്കാരാണ് എന്നും 320-ലധികം പേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ടെന്നുമാണ് ഇറാന്റെ ഐക്യരാഷ്ട്രസഭ പ്രതിനിധി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ടു പ്രോമിസ് ആരംഭിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ടെൽ അവീവിലും ജെറുസലേമിലും മിസൈലുകൾ വർഷിച്ചു. ഒരാൾ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 34 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം.